ജനീവയിൽ നടന്ന ഇറാൻ അമേരിക്കൻ ചർച്ചകൾ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഈ ചർച്ചയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരും പുറത്തു പറഞ്ഞില്ല എങ്കിൽ പോലും ഇരുവിഭാഗവും ഇറാനും അമേരിക്കയും അവരുടെ യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. യുദ്ധവിമാനങ്ങളുടെ എണ്ണം അമേരിക്ക കൂട്ടുമ്പോൾ ഇറാൻ ആകട്ടെ ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി തന്നെ അടച്ചിട്ടുകൊണ്ട് അവിടെ മിസൈലുകളും മറ്റും വിന്യസിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് ഖമേനി ശക്തമായ ഒരു താക്കീത് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് അമേരിക്കയുടെ പടക്കപ്പലുകൾ മുക്കാൻ ശേഷിയുള്ള അന്തർവാഹിനികളും മൈനുകളും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. ഏതായാലും അങ്ങോട്ടേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയും നീങ്ങുന്നത്. പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ വ്യോമത്താവളങ്ങളടക്കം ഇല്ലെങ്കിൽ അവിടെ സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്കെല്ലാം തന്നെ മിസൈൽ, അതായത് വേധ ഉപകരണങ്ങളും ഒപ്പം തന്നെ കൂടുതൽ അമേരിക്കൻ സൈനികരെയും അവിടെയൊക്കെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ നീക്കിയിരിക്കുന്നത് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണെന്നാണ് പുറമേ വരുന്ന വിവരം. അതായത് ഈ കരാർ പൊളിയുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ഇറാനും അമേരിക്കയും തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഈ തയ്യാറെടുപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും കരാറ് ഒരു ചുവപ്പ് വര, ട്രംപിന്റെ ചുവപ്പ് വര ഇറാൻ അംഗീകരിക്കുന്നില്ല എന്ന് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നു. ഇറാൻ ആകട്ടെ ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു. ചർച്ച നന്നായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഖമേനി അടക്കമുള്ളവർ ട്രംപിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നു. അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും ഇപ്പോൾ ഈ പറയുന്ന പശ്ചിമേഷ്യയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ഈ ചർച്ച പൊളിഞ്ഞു, പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ ഇസ്രയേലിന്റെ മാധ്യമങ്ങൾ പറയുന്നത് ഈ അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കും, അതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അവർ എന്നുകൂടി പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.